ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന MVGF-S ഗാലക്സി എന്ന സൈപ്രസ് പതാകയുള്ള ചരക്ക് കപ്പൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ആക്രമിച്ചു. ഇന്ത്യൻ ജീവനക്കാരായിരുന്നു ഈ ഒരു കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ ജീവനക്കാരിൽ 10 പേരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. എന്നാൽ ഒരു ഇന്ത്യൻ നാവികനെ കാണാതായിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ റൂമിന് നല്ല രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു. അവിടെ തീപിടിക്കുകയും ചെയ്തു. ഇതോടെ ജീവനക്കാർക്ക് ഈ ഒരു കപ്പൽ ഉപേക്ഷിക്കേണ്ട നിലയിൽ എത്തി. ഒമാൻ തീരത്തിന് സമീപമാണ് ഈ ഒരു ആക്രമണം നടന്നത്. ഇറാന്റെ സമുദ്രപരിധി ഒഴിവാക്കാനായി തീരദേശ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. അതായത് IRGC ഒരു റൂട്ട് പറഞ്ഞിട്ടുണ്ട്. US അപ്രൂവ്ഡ് ആയിട്ടുള്ള മറ്റൊരു റൂട്ട് പറഞ്ഞിട്ടുണ്ട്. US അപ്രൂവ്ഡ് ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് ഒമാൻ തീരത്തൂടെയുള്ള ഒരു റൂട്ടാണ്. അപ്പോൾ ഈ ഒരു കപ്പൽ ഈ ഒമാൻ തീരത്തൂടെയുള്ള ആ ഒരു റൂട്ടിലൂടെ വരികയായിരുന്നു. അപ്പോൾ നിർദ്ദേശങ്ങൾ ലംഘിച്ച് തെറ്റായ പാതയിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് കപ്പലിന് നേരെ മുന്നറിയിപ്പ് വെടിയാണ് ഉതിർത്തതെന്നാണ് ഇറാന്റെ ഒരു വാദം വന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് താൽക്കാലികമായി അടച്ചതായും ഇറാൻ പ്രഖ്യാപിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചിരിക്കുകയാണ്. കാണാതായ ഇന്ത്യൻ നാവികനായുള്ള തിരച്ചിലിനായി ഒമാനിലെ ഇന്ത്യൻ എംബസി അവിടുത്തെ അധികൃതരുമായി ചേർന്ന് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ ആക്രമിക്കപ്പെട്ട് മണിക്കൂറുകൾക്കകം അമേരിക്കൻ സൈന്യം ഇറാനിലെ IRGC കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ തിരിച്ചടി നൽകി. ഇറാൻ തിരിച്ച് UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ജോർഡൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ആക്രമിച്ചു. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇത് ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുകയും സുരക്ഷാ അലേർട്ടുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. UAE വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇറാന്റെ മിസൈലുകൾ തകർത്തു. ഇവരെല്ലാവരും തന്നെ അവരുടെ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഈ ഒരു ആക്രമണത്തെ നേരിട്ടു. ഖത്തറിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കേറ്റത്. അമേരിക്കയുടെ ഈ മേഖലയിലെ ഇടപെടലുകൾ അവസാനിക്കുന്നത് വരെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിടുമെന്ന് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആധുനിക ഖത്തറിന്റെ ശില്പിയായി അറിയപ്പെടുന്ന മുൻ ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി, അദ്ദേഹത്തിന് 74 വയസ്സായിരുന്നു. അദ്ദേഹം അന്തരിച്ചു. 1995 മുതൽ 2013 വരെ ഖത്തർ ഭരിച്ച അദ്ദേഹം രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഊർജ ശക്തികളിലൊന്നാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. മറ്റൊരു വാർത്ത, പ്രമുഖ US സെനറ്ററും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ ലിൻസെ ഗ്രഹാം, അദ്ദേഹത്തിന് 71 വയസ്സായിരുന്നു. അദ്ദേഹം അന്തരിച്ചു. പെട്ടെന്നുള്ള ഒരു അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. US വിദേശ നയങ്ങളിലും രാഷ്ട്രീയത്തിലും ഏറെ സ്വാധീനമുള്ള നേതാവായിരുന്നു അദ്ദേഹം. S ജാനകി അന്തരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ജൂലൈ 11 വൈകുന്നേരം മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന ജാനകിയമ്മ ഹൃദയസ്തംഭനം മൂലമാണ് അന്തരിച്ചത്. KJ യേശുദാസ്, KS ചിത്ര തുടങ്ങി മലയാള സംഗീത ലോകത്തെ പ്രമുഖരും ലക്ഷക്കണക്കിന് ആരാധകരും തങ്ങളുടെ പ്രിയപ്പെട്ട ഗായികയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഫിഫ വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 തോൽപ്പിച്ച് അർജന്റീന സെമി ഫൈനലിൽ പ്രവേശിച്ചു. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 1-1 സമനില പാലിച്ചതിനെ തുടർന്നാണ് എക്സ്ട്രാ ടൈം അനുവദിച്ചത്. ഈ എക്സ്ട്രാ ടൈമിലാണ് അർജന്റീന വിജയം ഉറപ്പിച്ചത്. അലക്സിസ് മാക് അലിസ്റ്റർ എന്ന അർജന്റീനിയൻ പ്ലെയർ അർജന്റീനയ്ക്ക് ആദ്യ ഗോൾ നേടിക്കൊടുത്തു. 67-ാം മിനിറ്റിൽ സ്വിറ്റ്സർലൻഡിന്റെ ഡാൻ എൻഡോയ് ഒരു ഗോൾ സ്വിറ്റ്സർലൻഡിന് വേണ്ടി നേടിക്കൊടുത്തു. 72-ാം മിനിറ്റിൽ സ്വിസ് താരം ബ്രീൽ എംബോളോയ്ക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തായി. ഇതോടെ സ്വിറ്റ്സർലൻഡിന് 10 പേരായിട്ട് ചുരുങ്ങേണ്ടി വന്നു. 112-ാം മിനിറ്റിൽ ഈ ഒരു എക്സ്ട്രാ ടൈമിലാണ് ജൂലിയസ് അൽവാരസ് എന്ന അർജന്റീനിയൻ പ്ലെയർ രണ്ടാമത്തെ ഗോൾ നേടുന്നത്. 121-ാം മിനിറ്റിൽ ഈ ഒരു കളിയുടെ അവസാന നിമിഷത്തിലാണ് ലൗട്ടാരോ മാർട്ടീനസ് എന്ന അർജന്റീനിയൻ പ്ലെയർ അർജന്റീനയ്ക്ക് വേണ്ടി മൂന്നാമത്തെ ഗോൾ നേടിയത്. അങ്ങനെയാണ് അർജന്റീന വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു വിജയം ഉറപ്പിച്ചത്.